എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര നന്മ കേട്ടിട്ടും നന്നാകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവേ, മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാണ്. യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് ആരെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ? നിലവിളിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടുകയാണ്. റബ്ബേ, സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു, പെണ്ണേ, ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്, ലോകത്തിന്റെ നേതാവിനെ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തിനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കുവോ നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കുവോ നബിയേ. മുത്തുനബിയുടെ ചാരത്ത് ചെന്ന് കരയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ കരച്ചലെന്ന് നിർത്ത്, നീ നിന്റെ നിലവിളിയെന്ന് നിർത്ത്. നീ നിന്റെ നിലവിളിയെന്ന് നിർത്ത്. എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തിനാണ് നീ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഞാനൊരു പാപം ചെയ്തു നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തു, വലിയ ഒരു ദ്രോഹം ചെയ്തവളാണ് ഞാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, പോയാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോയപ്പോ ഇന്നീ സനയിതു യാ റസൂലല്ലാഹ്, ഞാൻ അവിടുന്ന് വ്യഭിചരിച്ചു നബിയേ. ഒരന്യ പുരുഷനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടു, ഞങ്ങൾ അവിടുന്ന് വൻപാപം ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും വ്യഭിചരിച്ചു. ആ പെണ്ണ് പറയുകയാണ്, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. യാ റസൂലല്ലാഹ്, ഞാൻ ആരോടും പറഞ്ഞില്ല നബിയേ, ഒരാളും അറിഞ്ഞില്ല, ഒരാളെയും അറിയിച്ചില്ല. കാരണം ഭർത്താവ് നാട്ടിലില്ല, ഇനി മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, മറ്റൊരാളും വീടിന്റെ അകത്തില്ല. അതുകൊണ്ട് ആരോടും പറയാതെ, ആരും അറിയാതെ ഞാൻ എന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു നബിയേ. 9.5 മാസം കഴിഞ്ഞു. അവിടന്നൊരാൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയാ, അവിടന്നൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയോ പെങ്ങട്? എന്ത് ചെയ്തെന്നറിയോ പെങ്ങട്? തന്റെ പൊന്നാര മകന്റെ കഴുത്തു ഞെരിച്ചങ്ങു കൊല്ലുകയാ. അല്ലാഹുവേ, 9.5 മാസക്കാലം ഗർഭം ചുമന്നു, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു. തന്റെ പൊന്നാര മകന്റെ കഴുത്തു ഞെരിച്ചങ്ങ് കൊല്ലുകയാണ്. എന്നിട്ടെന്ത് ചെയ്തെന്നറിയോ? മയ്യത്തെന്ത് ചെയ്തെന്നറിയുവോ? പടച്ചവനെ, ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു, സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. എന്നിട്ട് പടച്ചവനെ, ആ പെണ്ണ് പറയുകയാ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുർക്കയുടെ ഭരണിക്കകത്ത് എന്റെ കുഞ്ഞിന്റെ മയ്യത്ത് ഞാനിട്ടു അടച്ചു വെച്ചു നബിയേ.
പെങ്ങളെ നെല്ലിക്ക ഉപ്പിലിടുമല്ലോ, മാങ്ങ ഉപ്പിലിടുമല്ലോ, ഇതുപോലെ തന്റെ കുഞ്ഞിന്റെ മയ്യത്തിന് ആ സുറുക്കയുടെ ഭരണിക്കകത്ത് ഇട്ടുവെക്കുകയാ, അതിനകത്ത് കിടന്ന് അഴുകുകയാ. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് കിടന്ന് അഴുകുകയാ. ഇറച്ചി മുഴുവനും അതിനകത്ത് അഴുകിയങ്ങ് ചേർന്നു. അത് കഴിഞ്ഞ് എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. തന്റെ കുഞ്ഞിന്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. എല്ലാം അതിനകത്തങ്ങ് അലിഞ്ഞു ചേർന്നു. എല്ലാം അതിനകത്ത് അലിഞ്ഞു ചേർന്നു. അല്ലാ, ഒരടയാളവും കാണുന്നില്ല. ജ്യൂസ് അടിച്ച് ചേർക്കുന്നത് പോലെ കുഞ്ഞിന്റെ ഇറച്ചിയും എല്ലുമെല്ലാം അതിനകത്ത് അലിഞ്ഞു ചേർന്നു. ഒരടയാളവും കാണാതെ വന്നപ്പോ ഫജിഅ്തുഹാ, മുത്തുനബിയേ, ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. ഞാൻ കച്ചവടം നടത്തി നബിയേ. ഞാൻ വിറ്റു കാശ് വാങ്ങി നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. മുത്തുനബിയിരുന്ന് കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. അല്ലാഹുവേ, ഒരു പെണ്ണിനിങ്ങനെ ആകാൻ പറ്റുമോ തമ്പുരാന്? അല്ലാഹുവേ, ഇവളിങ്ങനെ ആകാറ്. പടച്ചവരെ, 3 പാപം, 1 വ്യഭിചരിച്ചു, 2 കൊല ചെയ്തു. പടച്ചവനെ, ആ കുഞ്ഞിനെ അതിനകത്തിട്ട് അതും കച്ചവടം നടത്തി. അല്ലാഹുവേ, മുത്തുനബിയിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? തലമറയ്ക്കാതെ നടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? തലയുടെ ഒരു രോമം പോലും വെളിയിൽ കാണിക്കരുതെന്ന് നിന്റെ മതം പഠിപ്പിക്കുന്നല്ലോ. നീ പഠിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു ഒരു പെണ്ണിന്റെ തലയിലേക്ക് തീയുടെ ഒരു തൊപ്പി അല്ലാഹു ധരിപ്പിക്കുകയാണ്. ആ തൊപ്പി അങ്ങ് തലയിൽ വെക്കുമ്പോ സർവ്വതും മുലിച്ചിറങ്ങുകയാണ്. ആ പെണ്ണ് എന്തു പാപമാ ചെയ്തത്? തലയിലെ ഒരു മുടി വെളിയിൽ കാണിച്ച് നടന്ന പെണ്ണിനല്ല കൊടുക്കുന്ന ശിക്ഷ ഇതാ. ഇതറിയാത്ത പെണ്ണുങ്ങളുണ്ടോ? ചെറുപ്പക്കാരാ, എടാ, പടിവെട്ടുന്നത് പോലെ മുടിവെട്ടാൻ പാടില്ല. പടച്ചവര് മുടി ഇങ്ങനെ ഒരു സൈഡ് പറ്റപെട്ടി പിന്നെ ഇങ്ങനെ വളർത്തി നടക്കുന്നത് അത് പാപമല്ലേടാ? അല്ലാഹു ശപിച്ചവരല്ലേ? അല്ലാഹുവിന്റെ മലക്ക് ശപിച്ചതല്ലേടാ? നിനക്കതറിയുമല്ലോ, നിനക്കതറിയുമല്ലോ. എത്രയോ ഉസ്താദന്മാര് വാഴ്ന്നു പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ ഉപദേശിച്ചല്ലോ, എന്നിട്ടും എന്തേടാ ഇങ്ങനെ നടക്കുന്നത്? എന്തേ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? നിന്റെ ഹൃദയം ഇങ്ങനെ ആയതിന്റെ കാരണമാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിക്കുകയാ, നീ ഇങ്ങനെ ആകാനുള്ള കാരണമെന്താ? എടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോന്. അതിന് സാരമായി കളയേണ്ട ഒരു പാപമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കു പെങ്ങള്. പടച്ച റബ്ബിനെ പേടിക്ക്. ഈ കണ്ണുകൊണ്ടല്ലേ നിനക്ക് അല്ലാഹുവിനെ കാണേണ്ടത്. ഇന്നകും സതറൂന റബ്ബകും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത്, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ ഇതേ കണ്ണുകൊണ്ട് നിന്നെ പടച്ച റബ്ബിനെ കാണണ്ടേ പെങ്ങള്? എന്റെ ചെറുപ്പക്കാരാ, ഈ കണ്ണുകൊണ്ടാണ് നീ അല്ലാഹുവിനെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് മുത്തുനബിയെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കടാ. അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ, അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ. എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം
ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം എന്തെന്നറിയോ? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തുണ്ടാകുമായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ഒരു ദിവസം അവിടെ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞു. തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങൾക്ക് നടുവിലൂടെ ഇരുട്ടുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. എല്ലാ ദിവസവും തന്റെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. ഒരു ദിവസം പാതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ പെണ്ണോടുകയാ. ഇരുട്ടത്ത് മറഞ്ഞു നിന്നിട്ട് ഈ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നു, എടാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന് പാതിരാത്രിയിൽ ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ? അല്ലാ, ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാണ്. ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാ. അല്ലാഹുവേ, എല്ലാം നശിച്ചു പോയല്ല അല്ലാ. ഇത്രയും വർഷക്കാലം ഞാൻ കാത്തു സൂക്ഷിച്ച സർവ്വതം നശിച്ചു പോയല്ല അല്ലാ. ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരന്യ പെണ്ണ് തന്റെ ശരീരത്തെ തൊട്ടപ്പോ, ഒരന്യ പെണ്ണ് പാതിരാത്രി ആരും കാണാതെ തന്റെ മാറിടത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് താഴെ വീഴുകയാ. അല്ലാഹുവേ, ബോധം കെട്ട് താഴെ വീണു. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനമേതോ വഴിയാത്രക്കാര് ഈ ചെറുപ്പക്കാരന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രായമുള്ള പിതാവ് കാത്തു നിൽക്കുകയാണ്. അതാ അവിടുന്ന് സ്വഹാബത്ത് തന്റെ പൊന്നാര മകനെ ചുമന്നുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. അതാ വാപ്പ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. തന്റെ മകന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ, എന്താണ് സംഭവിച്ചത്? അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പാ, ഖസ്റ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയി വാപ്പാ. വ്യഭിചാരിയായി ഒരന്യ പെണ്ണന്റെ ശരീരത്ത് പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് തന്റെ പൊന്നാര മകൻ കിടന്ന് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, മോനെ, നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് പിടിച്ചതല്ലേ, എന്തിനാ മോനെ, നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. വാപ്പ ഒരുപാട് പറഞ്ഞു നോക്കി, വാപ്പ ഒരുപാട് പറഞ്ഞു നോക്കി. പൊന്നാര മകന് കരച്ചില് നിർത്തുന്നില്ല. പിന്നെയും വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം മകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചോദിക്കൂ, ഉമർ തങ്ങളോട് ചോദിക്കൂ. അവസാനം ആ പിതാവ് ഉമർ തങ്ങളുടെ മുന്നിൽ ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമകനെ തെറ്റുകാരനല്ല, അല്ലാഹു അവനെ പുറത്തു കൊടുക്കുമെന്ന് അവിടെന്ന് പറയുമ്പോ അവസാനം വാപ്പ തന്റെ വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? അല്ലാഹുവേ,
ഒരന്യ പെണ്ണിന്റെ ശരീരത്തെ തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ല അല്ലാ. പടച്ചവനെ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ച് ഹൃദയം പൊട്ടിയിട്ടു മരിച്ചു കിടക്കുകയാ. ചെറുപ്പക്കാരാ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയാ ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഈ ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാണ്. പടച്ചവരെ, വാപ്പ വന്നപ്പോ തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കാണുകയാ. അവസാനം ഈ ചെറുപ്പക്കാരനെ കുളിപ്പിച്ചു പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചെവിയിൽ പറഞ്ഞതെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. പെങ്ങളെ, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തെ തൊടാമെന്നാല് ആ സമയത്ത് നീ പിന്മാറണ്, ആ സമയത്ത് നീ പിന്മാറണ്. അവന്റെ കൂടെ നീ കൂടരുത്. ആ സമയത്ത് നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ, ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്നവളാകട്ടെ, നിന്റെ ഫ്രണ്ടാകട്ടെ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാകട്ടെ, നിന്റെ സഹോദരന്റെ ഭാര്യയാകട്ടെ, പൊന്നുമോനെ വേണ്ടടാ, പൊന്നുമോനെ വേണ്ടടാ. ആ വ്യഭിചാരത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമാടാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. മൃതങ്ങളാ ചെറുപ്പക്കാരന്റെ ജനാസ ആ ഖബറിന്റെ ഭാഗത്തിരുന്നിട്ട് ആ പൊന്നു മകനോട് പറഞ്ഞു, മോനെ, നിനക്കല്ല രണ്ട് സ്വർഗം തരുമടാ എന്നെവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അവിടെയാടാ കണ്ടുപിടിക്കേണ്ടത്. ആ ചെറുപ്പക്കാരെയാണ് നീ കൂട്ടുകാരനാക്കേണ്ടത്. അവരുടെ സ്വഭാവമാണ് നിയമ ജീവിതത്തിൽ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് പൊന്നുമോനെ, മുത്തിനബി നിന്നെ സ്നേഹിക്കണോ? നീ ജീവിതത്തിൽ ഒരിക്കൽ പോലെ കാണാത്ത ആ മദീനയുടെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് നിന്നെ സ്നേഹിക്കണോ? നിന്നെ കൂട്ടുകാരനാക്കണോ? അനസ് തങ്ങളല്ലേ പറഞ്ഞത്? മുത്തുനബിയുടെ കൂടെ 10 വർഷക്കാലം നടന്ന അനസ് തങ്ങളാ പറയുന്നത്, മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ സ്നേഹിക്കുമടാ ചെറുപ്പക്കാരാ. എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ കണ്ണിനെ സൂക്ഷിക്കു പൊന്നുമോരോ. ഹറാം കാണുന്നതിനെ തൊട്ടു, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നതിനെ തൊട്ടു, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാ മുത്തുനബി നിന്നെ സ്നേഹിക്കും ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, എല്ലാം നിർത്തിക്കോ. നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഇന്നത്തെ രാത്രി ഇവിടെ ഇരുന്ന് കൊണ്ട് കഴുകിക്കളഞ്ഞോ. ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ഒരുപാട് സീരിയൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമാ നടന്മാരുടെ ഔറത്ത് കണ്ടിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുടെ ഔറത്ത് കണ്ടിട്ടുണ്ട്. എല്ലാം അല്ലാഹു പുറത്തു തരും പെണ്ണ്. കാരണം അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താൽ നിന്റെ റബ്ബ് പുറത്തു തരുമല്ലോ. അല്ലാഹയല്ലേ പറഞ്ഞത് എന്നോട് ചോദിക്കാറ്? അല്ലാഹയല്ലേ പറഞ്ഞത്? നീ എത്ര പാപം ചെയ്താലും പേടിക്കണ്ട, എത്ര വലിയ ദ്രോഹം ചെയ്താലും പേടിക്കണ്ട, എന്നോട് ചോദിക്ക്. എനിക്ക്
തൗബ ചെയ്യുന്നവരെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് തൗബ ചെയ്യുന്നവരെ വല്ലാത്ത ഇഷ്ടമാ. ഒരു തെറ്റ് ചെയ്തു, തൗബ ചെയ്തു, പിന്നെയും ചെയ്തു, പിന്നെയും തൗബ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു, പിന്നെയും തൗബ ചെയ്തു. അല്ലാഹു നിന്നോട് വെറുപ്പല്ല, സ്നേഹം കൂടും പെങ്ങള്. അതുകൊണ്ട് തെറ്റുപറ്റാത്ത ആരുമില്ല, പാപം ചെയ്യാത്ത ആരുമില്ല. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, ഈമാനില്ലാത്തതിന്റെ അടയാളം അറിയണോ. അതാ മുഫസ്സിരീങ്ങൾ പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം പറയട്ടെ. എല്ലാരും മുസ്ലിമീങ്ങളാണ്, നിസ്കരിക്കുന്നവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അത് കേൾക്കുന്നവരാണ്, നബിയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരാണ്. എങ്കിൽ ഈമാനുണ്ടോ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? ടെസ്റ്റ് ചെയ്യണോ ചെറുപ്പക്കാരാ? നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? യഥാർത്ഥ വിശ്വാസിയാണോ? ഈമാനുള്ള മനുഷ്യന് രണ്ടടയാളമുണ്ടെന്ന് മഹാന്മാരവിടെന്ന് പഠിപ്പിക്കുകയാ. ഒരു മനുഷ്യന് ഈമാനുണ്ടോ എന്നറിയാൻ രണ്ടടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന ഗുണങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഈമാനില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. നീ അള്ളാഹുവിനെ കുറിച്ച് എന്തേ ഓർക്കാത്തത്? ആ പെണ്ണ് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇങ്ങനെ ഇടിത്തീ വീടുന്നത് പോലെ തന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. അവസാനമല്ലാ ആ പെണ്ണിന്റെ കാല് പിടിച്ചിട്ടൊന്ന് പൊരുത്തം ചോദിക്കാറ്. അവസാനം ആ ചെറുപ്പക്കാരൻ തന്റെ വീട് ലക്ഷ്യമാക്കി, ആ പെണ്ണിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ആ സുന്ദരിയായ പെണ്ണിന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാണ്, ആ ജനാസ കൊണ്ടുപോകുന്ന രംഗമാണ്. കണ്ണ് ചൂടിനെടുത്തിട്ട് കണ്ണിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചൊലിച്ച് അവസാനം ആ പെണ്ണു മരിച്ചുപോയി. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത്. അല്ലാ, നിലവിളിച്ചുകൊണ്ട് ഓടിയടി പെങ്ങള്. ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവസാനം ആരായെന്നറിയോ? നാട്ടിലെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടന്നിരുന്ന ചെറുപ്പക്കാര്. താൻ ഇഷ്ടപ്പെടുന്ന ഏത് പെണ്ണിനെയും പടച്ചവനെ തന്റെ വരിതിയിലേക്ക് കൊണ്ടുവരുന്ന സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ ആരായെന്നറിയുവോ? ലോകം അറിയുന്ന പണ്ഡിതനായി മാറിയെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ബസ്രയുടെ തെരുവിൽ നടന്ന ചെറുപ്പക്കാരൻ ലോകമറിയുന്ന പണ്ഡിതനായെന്ന് ചരിത്രം പറയുമ്പോ ജനങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകലല്ല, അവനെ നന്നാക്കാൻ നീ പരിശ്രമിക്കൂ, അതിന് കാരണക്കാരിയായി നടക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. ചെയ്തു പോയത് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് പിരിയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഓഫർ ചെയ്യുന്ന സ്വർണത്തിന്റെ സിംഹാസനം നിനക്ക് വേണോ? മുത്തുനബിയുടെ കൂട്ടുകാരനാകണോ? അനുസുതങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് കിടക്കുന്ന മുത്തുനബി നിന്നെ സ്നേഹിക്കണോ? ആ പ്രവാചകന്റെ മുന്നിൽ നിനക്കൊരു സ്നേഹമോ വിലയോ വേണോ? ചെറുപ്പക്കാരാ, പെങ്ങളെ, ഹറാമുകൾ കാണുന്നത് ഒഴിവാക്കൂ. ഇന്നത്തെ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് നിയ്യത്ത് ചെയ്യൂ, അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഈ പരിശുദ്ധമായ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഉസ്താദേ, ഇന്നത്തെ രാത്രി മുതൽ ഹറാം കാണുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കും ഉസ്താദ്. കഴിവിന്റെ പരമാവധി പാപങ്ങൾ കാണുന്നത് ഞാൻ ഒഴിവാക്കും. ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞാൻ തൗബ ചെയ്യും ഉസ്താദ്. അല്ലാഹുവേ, ആരെല്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഹറാം കാണില്ല എന്ന് പടച്ചവനെ നിയത്ത് ചെയ്യുന്നോ, അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ആ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാൻ നീ ഭാഗ്യമോ കൊടുക്കണേ അല്ലാ.
മുത്തുനബിയെ കാണാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ സൈഡില് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല് മക്കത്ത് പോയിട്ടൊന്ന് കാണാൻ, അതിലൊന്ന് ചുംബിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ കാണണ്ട കണ്ണാണല്ലാ, നിന്നെ കാണണ്ട കണ്ണാണല്ലാ. ഈ കണ്ണുകൊണ്ട് നിനക്കിഷ്ടമില്ലാത്തത് കാണില്ല എന്നാര് നിയത്ത് ചെയ്യുന്നുണ്ടോ, അവർക്ക് നിന്റെ ലിഖാ കാണാ. പടച്ചവരെ, നിന്നെ ഒന്ന് കൺകുളിർത്ത് കാണാൻ റബ്ബേ ഈ നിയത്ത് ചെയ്യുന്നവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ.